ഒരു ദിവസം കൊണ്ട് തിരുവനന്തപുരം ഒന്ന് കറങ്ങി വന്നാലോ? സൂ, നിയമസഭ, ഭീമാപ്പള്ളി, കോവളം ബീച്ച്, ലുലുമാൾ, ഇതാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കണ്ടുവന്നത്. എന്നും രാത്രി 9:30 നിലമ്പൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രാജറാണി പോയിട്ട് പുലർച്ചെ 5:30 നമ്മൾ എന്തായി തിരുവനന്തപുരം നോർത്ത് പോയി കൊച്ചുപള്ളി പോയി ഇറങ്ങി നമ്മൾ ആദ്യം അടുത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിച്ച് പിന്നെ നമ്മൾ ആ ട്രെയിനിൽ തന്നെ പോയി സെൻട്രലിൽ പോയി ഇറങ്ങി. 5:30 ട്രെയിൻ വന്നിറങ്ങി ഉടനെ തന്നെ പുറത്ത് ബസ്സൊക്കെ ഉണ്ടാവും കേട്ടോ. പോകണമെങ്കിൽ നമ്മളേതായാലും പള്ളിയിൽ പോയി വന്ന് അതേ ട്രെയിനിൽ തന്നെയാണ് സെൻട്രലിൽ പോയി ഇറങ്ങി. സെൻട്രലിൽ എത്തി നമ്മൾ AC ലോഞ്ചിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടോ. പിന്നെ പുറത്തിറങ്ങി നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോയിട്ട് നല്ലൊരു ചായ ആയിട്ട് കുടിച്ചിട്ട് ചായ കൂടി മാത്രമല്ല നമ്മൾ അങ്ങോട്ടൊക്കെ പോകാന്നുള്ള കൂടി പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഏതായാലും ഫസ്റ്റ് നമ്മൾ സൂ, മ്യൂസിയം അങ്ങോട്ട് ആ ഭാഗത്ത് പോകാൻ വിചാരിച്ച് ആ ഭാഗത്തേക്കുള്ള ബസ് നമ്മൾ തപ്പി പിടിച്ച് അതിലൂടെ കയറി 20 റുപ്യാണ് ഡയറക്റ്റ് അങ്ങോട്ട് എത്തും. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോയി നേരെ അവിടെ പോയി ഇറങ്ങിട്ടോ. തുറക്കാൻ സമയം ആവണുള്ളൂ. ഇതിനുള്ളിൽ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റി നടന്നു കേട്ടോ. നല്ല രസമുണ്ട് ഇതിങ്ങനെ കാണാൻ. നല്ല പൂന്തോട്ടൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ടുപോയെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ സൂലേക്ക് കേട്ടോ. 40 റുപ്യാണ് ടിക്കറ്റ് വരുന്നത്. വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വലിയ സ്റ്റിക്കർ ഇട്ട് കേട്ടോ. പിന്നെ 20 റുപ്യ ഇവിടെ കൊടുക്കുക. തിരിച്ചു വരുമ്പോൾ അത് കാണിച്ചു കൊടുക്കുക, പൈസ വാങ്ങിക്കുക. കുപ്പിയാടെ വലിച്ചെറിയാതൊക്കെ വേണ്ടിയിട്ടാണ്. നല്ലൊരു മുന്നേറ്റമാണ്. ഉള്ളിൽ കയറി കാട്ടുപോത്ത്, കൈകന്, പക്ഷികൾ, കിളികൾ, അതുപോലെ തന്നെ സിംഹം, കടുവ, പുലി, മാന്, ഒട്ടക പക്ഷിയുണ്ട്. അതുപോലെ തന്നെ പാമ്പ് ഒക്കെ പാടെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. രാജവമ്പാല ചേർന്നത്തൊന്നുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തിറങ്ങി കുപ്പി കാണിച്ചു കൊടുത്ത് പൈസ വാങ്ങി. ആ പൈസയിലേക്ക് കുറച്ചുകൂടി പൈസ കൂട്ടി 2 ഐസ്ക്രീം വാങ്ങി. അവിടുന്ന് ബസ് കയറി നമ്മൾ കേക്കോട്ടെ പോയി. അവിടെ നിന്നാണ് മറ്റു സ്ഥലത്തേക്കുള്ള ബസ് കിട്ടുക. പോണ വഴിക്ക് സെക്രട്ടേറിയറ്റ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പ്രവേശനമല്ലോ അല്ലേ. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ജ്യൂസ് ആയിട്ട് കുടിച്ച്. പിന്നെ നമ്മൾ നിയമസഭയിൽ പോയി. അങ്ങോട്ട് പ്രവേശനമുണ്ട്. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ 2 ബോരുവെള്ളമായിട്ട് കുടിച്ച്. നല്ല ചൂടല്ലേ, ഒന്ന് തണുപ്പിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒരു സൈഡിൽ കൂടി നമ്മളിങ്ങനെ നടന്ന് നിയമസഭയിലേക്ക് അവിടെ പോയിട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു പാസ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി കണ്ടിട്ടോ. ഉള്ളിലോട്ട് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റൂല, വീഡിയോ ഫോട്ടോ ഒന്നും പറ്റൂല. നമ്മളെ കൂടെ ഒരു സാറ് വരും, നിയമസഭ നടക്കുന്ന സ്ഥലം കാണിച്ചു തരും, ഒക്കെ വിശദീകരിച്ച് പറഞ്ഞു കേട്ടോ. നിലമ്പൂരം കാണാൻ വരുന്ന ആൾക്കാർ നിയമസഭയും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഒരുപാട് അറിയാനും പഠിക്കാനുണ്ട്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന തേക്കൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ഫർണിച്ചർ ചെയ്തത്. അതുപോലെ തന്നെ അമേരിക്കൻ ടെക്നോളജി ആയിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗം ചെയ്തത്. ഇപ്പോൾ ഓരോരുത്തർ ഇരിക്കുന്ന സ്ഥലങ്ങൾ, ഗാലറികളൊക്കെ വിശദമായിട്ട് അവർ സാർ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം. അതുപോലെ തന്നെ 2 മ്യൂസിയം ഉണ്ട്, അതുകൂടി കാണാൻ കഴിയും. ഇനി നമ്മൾ ഭീമാപ്പള്ളിക്കാണ് പോണത്. എനിക്ക് കേക്കോട്ടെ പോകണം. കേക്കോട്ടെ പോയപ്പോഴാണ് കാട്ടക്കാടുക്കുള്ള ബസ് വന്നത്. ഇപ്പോൾ കാട്ടക്കാട് എവിടെയാണ്? തിരുവനന്തപുരം. ഭീമാപ്പള്ളിക്കുള്ള ബസ് കയറി ഭീമാപ്പള്ളിയിൽ പോയി ഇറങ്ങി. ഭീമാപ്പള്ളിയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് ഭീമാപ്പള്ളിയിൽ തന്നെ കേക്കോട്ടേക്കുള്ള ബസ് കയറി. കേക്കോട്ട വന്ന് ഇറങ്ങി. കേക്കോട്ട നമ്മൾ കോവളം ബീച്ചിലേക്കുള്ള ബസ് കയറി. കോവളം ബീച്ചിൽ പോയി ഇറങ്ങി. ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ചായയും പയമ്പരിയും കഴിച്ച് പിന്നെ പുറത്ത് വന്ന് അവിടെ നിന്ന് ഡയറക്റ്റ് ലുലുമാൾക്കുള്ള ബസ് കയറി ലുലുമാൾ പോയി ഇറങ്ങി. ലുലുമാളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പുറത്തിറങ്ങി നല്ലൊരു ബിരിയാണിയും കഴിച്ച് റാപ്പിഡോ വിളിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റാപ്പിഡോ 25 റുപ്യട്ടായത്. അല്ലാതെ ഓട്ടോ ചോദിച്ചപ്പോൾ 100 റുപ്യ പറഞ്ഞത്. റാപ്പിഡോനെ മെച്ചം കണ്ടില്ലേ. അങ്ങനെ റെയിൽവേയിലെത്തി ട്രെയിൻ കയറി പുലർച്ചെ 6 മണിയായപ്പോൾ നിലമ്പൂരിനെ തിരിച്ചെത്തി. 2 ദിവസം കൊണ്ട് പോയി വന്ന് 2 രാത്രി 1 പകൽ. ബാക്കി പിന്നെ